കഥ ആരംഭിക്കുന്നത് 115 മില്യണോളം ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജാക്സ് പ്രോ എന്നായിരുന്നു അയാൾ അറിയപ്പെട്ടിരുന്നത്. ഒരു മാസ്ക് വെച്ചിട്ടായിരുന്നു എപ്പോഴും തന്റെ സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ആർക്കും കൃത്യമായി ജാക്സ് പ്രോ ആരാണ് എന്നറിവുണ്ടായിരുന്നില്ല. ജാക്സ് പ്രോ പുതുതായി ഒരു ഗെയിം കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. ഒക്ടോപ്പസ് എന്നായിരുന്നു അയാൾ അതിന് പേരിട്ടത്. എട്ടുകാലിയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് അയാൾ ആ ഗെയിം ഉണ്ടാക്കിയത്. 8 മത്സരങ്ങൾ, 8 മത്സരാർത്ഥികൾ, അതിൽ ഒരാൾ വിജയിയാകും. അതായിരുന്നു ഒക്ടോപ്പസ് ഗെയിമിന്റെ രീതി. ഒക്ടോ ഗെയിംസ് എന്നായിരുന്നു അയാൾ അതിന് പേരിട്ട് വിളിച്ചതും. ഗെയിമിൽ ഹോസ്റ്റായി എത്തുന്നത് ജാക്സ് പ്രോ തന്നെയാണ്. ഗെയിം നിയന്ത്രിക്കാൻ ജാക്സ് പ്രോ തന്നെ യൂണിഫോം കൊടുത്തയച്ചിരിക്കുന്ന ഗാർഡുകളുണ്ട്. ജാക്സ് പ്രോയുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുറച്ചാളുകൾ എത്തി. വന്നപാടെ അവരുടെ ഫോണടക്കം ഡിവൈസുകളൊക്കെയും ജാക്സ് പ്രോയുടെ ഗാർഡുകൾ വാങ്ങിവെച്ചു. രജിസ്റ്റർ ചെയ്ത മത്സരാർത്ഥികൾക്കിടയിൽ 2 പെൺകുട്ടികളുമുണ്ടായിരുന്നു. മാക്സിൻ എന്നും കാരി എന്നുമായിരുന്നു അവരുടെ പേരുകൾ. വൈകാതെ സ്ക്രീനിലൂടെ മാസ്ക് വെച്ച് ജാക്സ് പ്രോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മത്സരാർത്ഥികളെ മുഴുവൻ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്തു. ജാക്സ് പ്രോ പറഞ്ഞു, 8 മത്സരാർത്ഥികളെയായിരിക്കും മത്സരിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ ഗെയിമുകളും ചുറ്റിലും വെച്ചിരിക്കുന്ന ക്യാമറകളാൽ റെക്കോർഡ് ചെയ്യപ്പെടും. 8 മത്സരങ്ങൾക്ക് ശേഷം അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ സ്ട്രീം ചെയ്യും. എന്തായിരിക്കും വിജയിക്ക് കിട്ടുന്ന സമ്മാനം? വളരെയധികം ക്യൂരിയസ് ആയി മാക്സിൻ ചോദിച്ചു. ജാക്സ് പ്രോ മറുപടി പറഞ്ഞു, വിജയിക്ക് ലഭിക്കുക എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമായിരിക്കും. എന്റെ സ്പോൺസർഷിപ്പുകളും 115 മില്യൺ വരുന്ന എന്റെ സോഷ്യൽ മീഡിയ ഫാമിലിയെയും നിങ്ങൾക്ക് ലഭിക്കും. സോഷ്യൽ മീഡിയയിൽ നിന്നും റിട്ടയർ ചെയ്യാൻ അതിനോടകം ജാക്സ് പ്രോ പ്ലാൻ ചെയ്തിരുന്നു. അതിനു വേണ്ടിയായിരുന്നു ജാക്സ് പ്രോ അത്തരത്തിലൊരു മത്സരം നടത്താൻ തീരുമാനിച്ചത്. ജാക്സ് പ്രോ സമ്മാനം അനൗൺസ് ചെയ്തത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ മത്സരാർത്ഥികൾ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അത്രയും വലിയൊരു നേട്ടം ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചാൽ കിട്ടും എന്നതറിഞ്ഞ അവർ വളരെയധികം എക്സൈറ്റഡ് ആയി. തങ്ങൾ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അവരൊക്കെ അറിയിച്ചു. വൈകാതെ ആദ്യത്തെ ഗെയിം ജാക്സ് പ്രോ തന്നെ അനൗൺസ് ചെയ്തു. സൈമൺ സൈസ് എന്നതായിരുന്നു ആദ്യത്തെ ഗെയിം. ഗെയിം എന്തെന്നാൽ ഓരോ കമാൻഡുകൾ അവരോടായി പറയും. പക്ഷെ ഓരോ കമാൻഡും പറയുന്നതിന് മുമ്പ് സൈമൺ സൈസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ആ കമാൻഡ് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതായത് സൈമൺ സൈസ് നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഇരിക്കണം. സൈമൺ സൈസ് എന്ന് പറയാതെ നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും ആ കമാൻഡ് അനുസരിച്ചാൽ അയാൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. വൈകാതെ അങ്ങോട്ടേക്ക് എലിമിനേറ്റർ എന്ന് പറയുന്ന കഥാപാത്രം കൂടി കടന്നു വന്നു. ഒരു മാസ്കോട്ട് കോസ്റ്റ്യൂം ഒക്കെ ധരിച്ചിട്ടായിരുന്നു എലിമിനേറ്ററുടെ വരവ്. ഓരോ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെയും എസ്കോട്ട് ചെയ്യലാണ് മാസ്കോട്ട് കോസ്റ്റ്യൂം ധരിച്ച എലിമിനേറ്ററുടെ പ്രധാന ജോലി. വൈകാതെ ഒരു ഗാർഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. സൈമൺ സൈസ് എല്ലാവരും ഒരു വട്ടം കൈയടിക്കുക. മത്സരാർത്ഥികൾ അനുസരിച്ച് കൈയടിച്ചു. പിന്നാലെ ഗാർഡ് പറഞ്ഞു, നിങ്ങളുടെ കൈ തലമേൽ വെക്കുക. കൂട്ടത്തിൽ ഒരാൾ സൈമൺ സൈസ് എന്ന് പറയാതിരുന്നിട്ട് കൂടി ആ കമാൻഡ് പ്രവർത്തിച്ചു. അയാളുടൻ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. എലിമിനേറ്റ് ചെയ്ത വ്യക്തിയോട് മുമ്പോട്ട് വരാൻ ആവശ്യമുണ്ടായി. അയാൾ മുമ്പോട്ട് വന്നതും മാസ്കോട്ട് കോസ്റ്റ്യൂം ധരിച്ചു നിന്നിരുന്ന ആ വ്യക്തിയുടെ ആയുധമെടുത്ത് എലിമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കൊന്നു തള്ളുകയാണ്. അത് കണ്ടതും അവിടുണ്ടായിരുന്ന മത്സരാർത്ഥികൾ കിടുകിട വിറച്ചുപോയിരുന്നു. ഒരു മത്സരാർത്ഥി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തൊട്ട് പിന്നാലെ തോക്കേന്തിയ ഒരു ഗാർഡ് അവളെ വെടിവെച്ചു വീഴ്ത്തി. ആദ്യ ഘട്ടമായ സെലക്ഷൻ പ്രോസസ് അവസാനിച്ചു. അവശേഷിച്ചത് ആകെ 8 പ്ലേയേഴ്സ് ആയിരുന്നു. അധികം വൈകാതെ അടുത്ത ഗെയിം ആരംഭിക്കുമായിരുന്നു. മത്സരാർത്ഥികളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുകയായിരുന്നു. മറുവശത്ത് ജാക്സ് പ്രോ ആകട്ടെ തന്റെ ഗേൾഫ്രണ്ട് ലൂണയ്ക്കൊപ്പം സമയം ചിലവഴിക്കുകയായിരുന്നു. ലൂണയും ജാക്സ് പ്രോയെ പോലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അതിന്റെ ബുദ്ധിമുട്ടും അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിതമൊക്കെ. സ്വന്തം ഇഷ്ടത്തിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് ജാക്സ് പ്രോ ലൂണയോട് പറഞ്ഞു, ഈ ഗെയിം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒക്കെ അവസാനിപ്പിച്ച് ഇതെല്ലാം ഉപേക്ഷിച്ച് ആളുകളുടെ കണ്ണുകളിൽ നിന്ന് വരെ നമ്മൾ അപ്രത്യക്ഷരാകും. സോഷ്യൽ മീഡിയയുടെ വിധിവിലക്കുകൾക്കൊന്നും നമ്മൾ പിന്നെ നിന്നുകൊടുക്കില്ല. അധികം വൈകാതെ മത്സരാർത്ഥികളൊക്കെയും ഒരു മുറിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. അവർക്ക് ധരിക്കുവാൻ യൂണിഫോം പോലുള്ള നീലവസ്ത്രങ്ങളും നൽകപ്പെട്ടു. ഗാർഡുകൾ തോക്കേന്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയമാണ് വ്യത്യസ്തമായ ഓരോ മത്സരാർത്ഥികളുടെയും മനോഭാവങ്ങൾ വെളിപ്പെടുന്നത്. കൂട്ടത്തിൽ കാരി എന്ന സ്ത്രീയാകട്ടെ വളരെ ദയാലുവായ, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള നല്ല മനസ്സിനുടമയായിരുന്നു. റൂത്താണെങ്കിലോ ഭ്രാന്തമായ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. മറുവശത്ത് KL ആകട്ടെ വളരെ ദുഷ്ടനും ഏതു വിധേനയും വിജയിക്കണം എന്ന് മാത്രം മനസ്സുള്ളവനുമായിരുന്നു. വാൾട്ട് എന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി KLന്റെ ഈ ദുഷ്ടമനസ്ഥിതി തിരിച്ചറിഞ്ഞു. തനിക്ക് അപകടമാണെന്ന് അറിഞ്ഞതും KLുമായി ടീമപ്പ് ചെയ്യാനും കോമ്പറ്റീഷനിൽ രക്ഷപ്പെടാനും അയാൾ തീരുമാനിച്ചു. വൈകാതെ രണ്ടാമത്തെ മത്സരം ആരംഭിക്കുകയാണ്. ഹോപ്സ് കോച്ച് എന്നായിരുന്നു അതിന്റെ പേര്. സംഭവം എന്തെന്നാൽ കൃത്യമായി തയ്യാറാക്കപ്പെട്ട ചതുരക്കട്ടകളായിട്ടുള്ള ഒരു ഗെയിമുണ്ട്. ഓരോ ബോക്സുകൾ
ബോക്സുകളിലും കാലുവെച്ച് ചാടി കൃത്യമായി ഒരു വശത്ത് നിന്നും മറുവശത്തെത്തണം. പക്ഷേ അതിലെ കണ്ടീഷൻ എന്തെന്നാൽ ആ ബോക്സുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലൈറ്റുകൾ കൊണ്ടാണ്. ലൈറ്റുകൾ പച്ച കത്തുമ്പോൾ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ചുവപ്പ് കത്തിയാൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നുകൊള്ളണം. ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ മുമ്പോട്ട് നീങ്ങിയാൽ അവർ എലിമിനേറ്റ് ചെയ്യപ്പെടും. വൈകാതെ മത്സരം ആരംഭിച്ചു. മത്സരത്തിൽ ആദ്യമായി ഇറങ്ങിയത് എജെ ആയിരുന്നു. എജെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് നീങ്ങി. ചുവപ്പ് കത്തിയപ്പോൾ കൃത്യമായി നിന്നു. ഭാഗ്യവശാൽ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയം ഒരു വിസിൽ സൗണ്ട് മുഴങ്ങുന്നുണ്ടായിരുന്നു. എജെ അത് നോട്ട് ചെയ്തു. അതിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങി സുരക്ഷിതമായി അവൻ ആ മത്സരം വിജയിച്ചു. ആ ട്രിക്ക് എജെ മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുത്തു. അടുത്ത മത്സരാർത്ഥി സൺഷൈൻ ആയിരുന്നു. സൺഷൈൻ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈറ്റ് മാറുന്നത് മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ KL മനഃപൂർവ്വം ഒരു പണിയൊപ്പിച്ചു. ആ വിസിൽ ശബ്ദം അവൻ മിമിക്ക് ചെയ്തുണ്ടാക്കി. അതോടെ റെഡ് ലൈറ്റ് കത്തിയ സമയത്ത് സൺഷൈൻ മൂവ് ചെയ്യുകയാണ്. പിന്നെ പറയണ്ടല്ലോ, സൺഷൈൻ പരാജയപ്പെട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. എലിമിനേറ്റർ അവളെ കൊന്നുകളഞ്ഞു. അതിന് സാക്ഷിയായ ക്യാരിയാകട്ടെ കെയിലിന്റെ ഫൗൾ പ്ലേക്കെതിരെ വലിയ തോതിൽ വിമർശനം ഉയർത്തി. എലിമിനേറ്ററെ ചോദ്യം ചെയ്തു. എലിമിനേറ്റർ ക്യാരിയെ അടിച്ചിടുകയായിരുന്നു ചെയ്തത്. ക്യാരി ബോധരഹിതയാവുകയും ചെയ്തു. ആ ഗെയിം അവസാനിച്ച് മൂന്നാമത്തെ ഗെയിം ആരംഭിച്ചു. ഒബ്സ്റ്റാക്കിൾ കോഴ്സ് എന്നായിരുന്നു ഗെയിമിന്റെ പേര്. മത്സരാർത്ഥികൾക്ക് മുമ്പിൽ ഒരു കളിക്കളമുണ്ട്. ഒരു മിനിറ്റിനുള്ളിൽ ആ കളിക്കളത്തിന്റെ എക്സിറ്റ് ഗേറ്റ് മത്സരാർത്ഥികൾ കണ്ടെത്തണം എന്നതായിരുന്നു ഗെയിമിന്റെ രീതി. അതിനകത്ത് എലിമിനേറ്റർ ഉണ്ടാകും. ഒരു മിനിറ്റ് കഴിഞ്ഞാലോ എക്സിറ്റ് ഗേറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ അവർ കൊല്ലപ്പെടും. ആദ്യത്തെ പ്ലെയറായി മത്സരിക്കാൻ ഇറങ്ങിയത് ജസ് ആയിരുന്നു. ജസ് വേഗത്തിൽ കളിക്കളത്തിനകത്തേക്ക് കടന്ന് എലിമിനേറ്ററുടെ പിടിയിൽപ്പെടാതെ മറുവശത്തൂടെ പുറത്തു കടന്നു. വളരെയധികം കഷ്ടപ്പെട്ട് എലിമിനേറ്ററുടെ പിടിയിൽപ്പെടാതെ പുറത്തു കടന്നെങ്കിലും ജസ് വെടിയേറ്റ് മരണപ്പെടുകയാണ്. കാരണം അവൾ പുറത്തെത്തിയപ്പോഴേക്കും ഒരു മിനിറ്റ് കഴിഞ്ഞിരുന്നു. അടുത്ത ഊഴം ക്യാരിയുടേതായിരുന്നു. ക്യാരി കളിക്കളത്തിന്റെ അകത്തേക്ക് കയറുവാനായി ചെന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അവർ കയറുന്നത് എൻട്രൻസിലൂടെയല്ല, അതാണ് യാഥാർത്ഥ്യത്തിൽ എക്സിറ്റ് ആയിട്ടുള്ളത്. ആ അറിവ് വെച്ച് കൃത്യമായി പ്രവർത്തിച്ച് ക്യാരി ആ മത്സരത്തിൽ വിജയിച്ചു. ബാക്കിയുള്ളവരെയും അവൾ വിജയിപ്പിച്ചെടുത്തു. ഇതേ സമയം മറുവശത്ത് ലൂണ ഒക്ടോ ഗെയിംസിൽ ഒരു ഗാർഡുമായി മീറ്റ് ചെയ്യുകയായിരുന്നു. ഗാർഡിനടുക്കൽ സൈനൈഡ് പൗഡർ കൊണ്ടുതരാൻ ലൂണ ആവശ്യപ്പെട്ടിരുന്നു. ആ ഗാർഡ് അത് ലൂണക്ക് കൈമാറി. ലൂണ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അധികം വൈകാതെ നാലാമത്തെ ഗെയിം ആരംഭിക്കുകയാണ്. മ്യൂസിക്കൽ ചെയേഴ്സ് എന്നതായിരുന്നു ഗെയിമിന്റെ പേര്. നമുക്കൊക്കെ അറിയാവുന്ന കസേരകളി തന്നെ. കുറച്ച് കസേരകൾ നിരത്തിയിട്ടുണ്ട്. പാട്ട് വയ്ക്കും. കസേരയ്ക്ക് ചുറ്റും അവരോടണം. പാട്ട് സ്റ്റോപ്പ് ആവുമ്പോൾ കൃത്യമായി കസേരകളിൽ സ്ഥാനമുറപ്പിക്കണം. ഇരിക്കാൻ പറ്റാത്തവർ എലിമിനേറ്റ് ചെയ്യപ്പെടും. 6 മത്സരാർത്ഥികൾ, 5 ചെയറുകൾ. മത്സരം ആരംഭിച്ചു. മത്സരത്തിന് മുമ്പ് ജാക്സ് പ്രോ മറ്റൊരു അനൗൺസ്മെന്റ് കൂടി നടത്തി. മത്സരത്തിൽ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നവർ ഒരു മുറിയിലേക്ക് മാറ്റപ്പെടുകയാവും ചെയ്യുക. മാത്രമല്ല ഈ മത്സരത്തിൽ വിജയിക്കുന്ന വ്യക്തിക്ക് $1 മില്യൺ ലഭിക്കും. അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. മത്സരം തുടങ്ങി ഓരോരോ പ്ലേയേഴ്സായി എലിമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം മേജയായിരുന്നു. രണ്ടാമത്തേതായി വാൾട്ട് പുറത്തായി. പിന്നാലെ മാക്സീനും അത് കഴിഞ്ഞ് ക്യാരിയും പുറത്താക്കപ്പെട്ടു. അവരോരോരുത്തരും ഒരു മുറിയിലേക്ക് മാറ്റപ്പെട്ടു. അകത്തേക്ക് ചെന്ന ക്യാരി കണ്ടത് എലിമിനേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന ബാക്കി മത്സരാർത്ഥികളെയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ജാക്സ് പ്രോ റൂള് മാറ്റിയത്. ആ സമയത്ത് ജാക്സ് പ്രോ ഒരു അനൗൺസ്മെന്റ് നടത്തി. ഇനിയാണ് യഥാർത്ഥ മത്സരം തുടങ്ങുന്നത്. അവസാനം ബാക്കിയാകുന്ന 2 പേരിൽ പരാജയപ്പെടുന്ന ആൾ ആരാണോ അയാളായിരിക്കും ഈ മത്സരത്തിൽ യഥാർത്ഥത്തിൽ എലിമിനേറ്റ് ചെയ്യപ്പെടുക. അത് KLനെയും റൂത്തിനെയും പെട്ടെന്നൊന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ക്രൂരമനസ്കരായ 2 പേരാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വിജയിക്കുവാൻ അവരുടെ കനത്ത പോരാട്ടമായിരുന്നു. മ്യൂസിക്കൽ ചെയർ ആരംഭിച്ച് റൂത്ത് കസേര സ്വന്തമാക്കിയെങ്കിലും KL അവളെ കടന്നാക്രമിച്ചു. റൂത്തിനെ ആക്രമിച്ചു വീഴ്ത്തി KL കസേര വീണ്ടെടുത്തു. പിന്നെ പറയണ്ടല്ലോ, റൂത്ത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. റൂത്ത് അവിടെ വെച്ച് ബോധം കിട്ടിയിരുന്നു. പക്ഷേ റൂത്ത് ബോധം തെളിഞ്ഞപ്പോൾ ജാക്സ് പ്രോയുടെ വീട്ടിലായിരുന്നു. റൂത്ത് കൊല്ലപ്പെട്ടിരുന്നില്ല. ജാക്സ് പ്രോ റൂത്തിനെ നേരിട്ട് കണ്ടു. റൂത്തിനെ കൊല്ലുന്നതിന് പകരം ഒക്ടോ ഗെയിംസിലെ ഗാർഡായി ജാക്സ് പ്രോ അവളെ റിക്രൂട്ട് ചെയ്തു. അധികം വൈകാതെ 5ാമത്തെ ഗെയിം ആരംഭിക്കുകയായിരുന്നു. ഹൈഡ് ആൻഡ് സീക്ക് എന്നായിരുന്നു ഗെയിമിന്റെ പേര്. മത്സരാർത്ഥികൾക്ക് 1 മിനിറ്റ് സമയം ഒളിക്കുവാൻ വേണ്ടി നൽകപ്പെടും. അവർക്ക് എവിടെ വേണമെങ്കിലും ഒളിക്കാം. എലിമിനേറ്റർ ആയിരിക്കും അവരെ കണ്ടെത്താൻ പുറപ്പെടുക. എലിമിനേറ്റർ അവരെ കണ്ടെത്തിയാൽ ആ നിമിഷം അവർ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഗെയിം ആരംഭിച്ചതും ബാക്കിയായ 5 പ്ലേയേഴ്സും ഓരോ ഒളിയിടങ്ങൾ തേടി കണ്ടെത്താൻ തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യമേ തന്നെ KL എലിമിനേറ്ററുടെ കണ്ണിൽപ്പെട്ടിരുന്നു. എലിമിനേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്റെ ശ്രമത്തിനിടയിൽ KL ഒരു മുറിക്കകത്തേക്ക് കയറി. അവിടായിരുന്നു വാൾട്ടും മാക്സീനും ഒളിച്ചിരുന്നിരുന്നത്. അധികം വൈകിയില്ല. KL തന്റെ ടീമായ വാൾട്ടുമായി ഗൂഢാലോചന നടത്തി. മാക്സീനെ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടാനും എലിമിനേറ്റർ അവളെ പിടിച്ചു കഴിഞ്ഞാൽ ഗെയിം അവസാനിക്കും എന്നും പറഞ്ഞിട്ടായിരുന്നു അത്. ഇതേ സമയം ഒളിച്ചിരിക്കുന്ന
മത്സരിക്കുകയായിരുന്ന ക്യാരിക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി മുമ്പിൽ കണ്ടു. ക്യാരി അതിന് ശ്രമിച്ചതും തോക്കേന്തിയ ഒരു ഗാർഡ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തന്റെ ലൈഫിനു വേണ്ടി ഗാർഡിനോട് അവൾ അപേക്ഷിച്ചു. അപ്പോഴാണ് അകത്തുനിന്ന് മാക്സിന്റെ കരച്ചിലും നിലവിളിയും അവൾ കേൾക്കുന്നത്. ക്യാരി മാക്സിനെ തിരഞ്ഞോടിച്ചെന്നു. എലിമിനേറ്റർ അവളെ ആക്രമിക്കുകയായിരുന്നു. ക്യാരി പക്ഷി എത്തിയപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിരുന്നു. എലിമിനേറ്റർ മാക്സിനെ വകവരുത്തി. മാക്സിനെ ഇല്ലാതാക്കിയത് കെയലാണ് എന്നധികം വൈകാതെ ക്യാരി മനസ്സിലാക്കുകയും ചെയ്തു. കെയലിനോട് ക്യാരിയുടെ വെറുപ്പ് വർദ്ധിച്ചിരുന്നു. ഇതേ സമയം മുമ്പോട്ട് പോയ കെയൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡിനെ നിരീക്ഷിച്ച് അത് റൂത്താണ് എന്ന് മനസ്സിലാക്കി. റൂത്ത് കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് കെയലിനെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അന്നത്തെ മത്സരം കഴിഞ്ഞ് ജാക്സ് പ്രോ റൂത്തിനെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. സ്റ്റുഡിയോ മുറിക്കകത്ത് ഒരാളുണ്ടായിരുന്നു. അയാളെ കൊന്നേക്കാൻ ജാക്സ് പ്രോ അവളോടായി പറഞ്ഞു. റൂത്ത് കടന്നു ചെന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ഗാർഡായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ലൂണ ആവശ്യപ്പെട്ടപ്പോൾ സൈനൈഡ് കൈമാറിയ അതേ ഗാർഡ് തന്നെ. ജാക്സ് പ്രോ ആ കാര്യം മനസ്സിലാക്കിയിരുന്നു. അധികം വൈകാതെ ആറാമത്തെ ഗെയിം ആരംഭിക്കുകയായിരുന്നു. ടെതർ ബോൾ എന്നായിരുന്നു ആ ഗെയിമിന്റെ പേര്. ഗെയിം വളരെ സിമ്പിൾ ആണ്. രണ്ട് മത്സരാർത്ഥികൾ എതിരിലായി നിൽക്കും. ഒരു തൂണിൽ ഒരു ബോൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടാകും. ആ ബോള് എതിരാളിയുടെ വശത്തേക്ക് കറക്കി ബോൾ കൊളുത്തിയിരിക്കുന്ന തൂണിൽ 3 വട്ടത്തിൽ ചുറ്റിക്കണം. എതിരാളിക്ക് അത് തടയാനും തിരികെ വട്ടത്തിൽ ചുറ്റിക്കാനും ശ്രമിക്കാം. ആരാണോ ആദ്യം ബോള് തട്ടി തൂണിൽ 3 തവണ ചുറ്റിവെക്കുന്നത് അയാൾ വിജയിക്കും. ഗെയിമിന് മൊത്തം 3 റൗണ്ടുകൾ ഉണ്ടാകും. മൊത്തം 4 പേർ 2 പേർ വെച്ച് ആദ്യം മത്സരിക്കും. അതിൽ വിജയിക്കുന്നവർ രക്ഷപ്പെടും. തോൽക്കുന്നവർ വീണ്ടും മത്സരിക്കും. അതിലും തോൽക്കുന്ന ആ ഒരാൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. ആദ്യത്തെ മത്സരം എജെയും വാൾട്ടും തമ്മിലായിരുന്നു. മത്സരത്തിൽ എജെ വാൾട്ടിനെ പരാജയപ്പെടുത്തി. വാൾട്ടിന്റെ കയ്യിൽ മുറിവടക്കമുണ്ടായിരുന്നു. അടുത്തത് കെയലും ക്യാരിയും തമ്മിലുമായിരുന്നു മത്സരം. കെയലിനെതിരെ തനിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് ക്യാരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തനിക്ക് കാര്യമായി പരിക്കേൽക്കാത്ത വിധത്തിൽ ക്യാരി ഒഴിഞ്ഞു നിന്ന് കെയലിനെ വിജയിക്കാൻ വിട്ടു. ക്യാരിയുടെ തന്ത്രമായിരുന്നു അത്. കാര്യം ആദ്യം പരാജയപ്പെട്ട വാൾട്ടിനെ ക്യാരി ശ്രദ്ധിച്ചിരുന്നു. വാൾട്ടിന്റെ കയ്യിൽ മുറിവേറ്റിട്ടുണ്ട്. അത് വെച്ച് അടുത്ത ഘട്ടത്തിൽ തനിക്കെതിരെ മത്സരിക്കുമ്പോൾ വാൾട്ടിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. താൻ അറിഞ്ഞു കളിച്ചാൽ തനിക്ക് വിജയിക്കാനും പറ്റും എന്നും ക്യാരി കണക്കുകൂട്ടിയിരുന്നു. കെയലും എജെയും വിജയിച്ചതോടെ ക്യാരിയും വാൾട്ടും തമ്മിൽ മത്സരം വന്നു. കയ്യിൽ പരിക്കേറ്റിരുന്നത് കൊണ്ട് വാൾട്ടിന് ക്യാരിയുടെ പെർഫോമൻസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ക്യാരി ആ മത്സരത്തിൽ വിജയിച്ചു. വാൾട്ട് അങ്ങനെ അവിടെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ഗാർഡ് വാൾട്ടിനെ വെടിവെച്ചു വീഴ്ത്തി. എലിമിനേറ്റർ വന്ന് ക്രൂരമായി വാൾട്ടിനെ മർദ്ദിക്കാൻ ആരംഭിച്ചു. ആ നടക്കുന്ന പിടിവലിക്കും ശ്രമത്തിലും വാൾട്ട് എലിമിനേറ്ററുടെ മാസ്ക് ഊരിമാറ്റിയിരുന്നു. എലിമിനേറ്ററുടെ മുഖം എല്ലാവരും വ്യക്തമായി കണ്ടു. കൂടുതൽ ദേഷ്യം വന്ന എലിമിനേറ്റർ ചുറ്റിക കൊണ്ട് വാൾട്ടിനെ അടിച്ചുകൊന്നു. ഇതേസമയം മറുവശത്ത് ലൂണയാകട്ടെ ജാക്സ് പ്രോയുടെ ക്രൂരമായ മനസ്ഥിതി കൊണ്ട് ആകെ മടുത്തിരുന്നു. ജാക്സ് പ്രോയെ ഇല്ലാതാക്കാനും അവിടെ നിന്ന് രക്ഷപ്പെടാനും പ്ലാൻ ചെയ്ത ലൂണ ജാക്സ് പ്രോയ്ക്ക് കൊടുക്കാനുള്ള ഡ്രിങ്കിൽ ഗാർഡ് വഴി കരസ്ഥമാക്കിയ സൈനൈഡ് പൗഡർ കലക്കി അത് ജാക്സ് പ്രോയ്ക്ക് കൊണ്ടുകൊടുത്തു. പക്ഷേ ലൂണയുടെ പ്രവൃത്തിയിലും നേരത്തെ വിവരങ്ങൾ കൃത്യമായി അറിയാവുന്നതുകൊണ്ടും സംശയം തോന്നിയിരുന്ന ജാക്സ് പ്രോ ആ ഡ്രിങ്ക് കുടിച്ചില്ല. ലൂണയോട് ആദ്യം കുടിക്കാൻ ആവശ്യപ്പെട്ടു. ലൂണ പക്ഷേ മടിക്കുന്നുണ്ടായിരുന്നു. അതോടെ ജാക്സ് പ്രോയുടെ സംശയം ഏറെക്കുറെ ഉറപ്പായി. താൻ പിടിക്കപ്പെടുമെന്നുറപ്പായതും ലൂണ അവിടെ നിന്ന് പുറത്തേക്കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പുറത്തായി റൂത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. റൂത്ത് വെടിവെച്ച് ലൂണയെ വകവരുത്തി കളഞ്ഞു. പിന്നാലെ എത്തിയ ജാക്സ് പ്രോ റൂത്തിന്റെ ആ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നുമുണ്ട്. റൂത്ത് ജാക്സ് പ്രോയ്ക്കൊപ്പം ചേർന്നു. ഗെയിം പൂർണ്ണമായി കഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും നമുക്ക് എസ്കേപ്പ് ചെയ്തു പോകാം എന്നവർ പദ്ധതിയിട്ടു. അങ്ങനെ 7ാമത്തെ ഗെയിം എത്തി. ഹാങ്മാൻ എന്നായിരുന്നു ഗെയിമിന്റെ പേര്. 3 മത്സരാർത്ഥികൾ 3 പേരുടെയും തലയിൽ കരണ്ടടിപ്പിക്കാനുള്ള വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിവൈസ് ഉപയോഗിച്ചായിരിക്കും അവരുടെ തലയിലേക്ക് കരണ്ട് പാസ് ചെയ്യപ്പെടുക. അതും ചെറിയ വോൾട്ടേജിൽ. അവർക്ക് മുമ്പിൽ ഒരു സ്ക്രീൻ ഉണ്ട്. സ്ക്രീനിൽ വാക്കുകൾ ബ്ലാങ്കായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്കുകൾ അവർ ഊഹിച്ച് കണ്ടെത്തണം. അതിലെ അക്ഷരങ്ങൾ പറയണം. അത് തെറ്റിപ്പോയാൽ വോൾട്ടേജ് പതിയെ കൂട്ടിക്കൂട്ടി അവർക്ക് കൊടുത്തോണ്ടിരിക്കും. ശരിയായാൽ മൊത്തം വോൾട്ടേജും ഓഫ് ചെയ്യും. ഇനി പൂർണ്ണമായി തെറ്റിപ്പോയാലോ വോൾട്ടേജ് വർദ്ധിച്ച് അവർ കൊല്ലപ്പെടും. വൈകാതെ ഗെയിം ആരംഭിച്ചു. ആദ്യമൊക്കെ ക്യാരിയും മേജയും കൃത്യമായി ഓരോ വേർഡ്സും ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേസമയം കെഎൽ ആകട്ടെ ഒരുപാട് തവണ തെറ്റ് പറഞ്ഞു. പലവരും അവനെ ഷോക്കുമേറ്റു. ഒടുവിൽ കെഎൽ കൊല്ലപ്പെടും എന്ന ഘട്ടത്തിന് തൊട്ടുമുമ്പ് കൃത്യമായി അതിൽ വന്ന വേർഡ്സ് ഊഹിച്ചെടുക്കാൻ കെഎലിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ കെഎൽ രക്ഷപ്പെട്ടു. ബാക്കിയായത് എജെയും ക്യാരിയും മാത്രമായിരുന്നു. പക്ഷേ എജെക്ക് ക്യാരിയെ പരാജയപ്പെടുത്തണമെന്നുണ്ടായിരുന്നില്ല. മനഃപൂർവ്വം ക്യാരിക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാൻ എജെ തീരുമാനിച്ചു. അവൻ ഗസ് ചെയ്യാൻ വിസമ്മതിച്ചു. വോൾട്ടേജ് വർദ്ധിച്ച് എജെ അങ്ങനെ കൊല്ലപ്പെടുകയാണ്. എജെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടതോടെ മത്സരം അവസാനിച്ചു. ബാക്കിയായത് കെഎല്ലും ക്യാരിയും മാത്രമായിരുന്നു. അങ്ങനെ അൾട്ടിമേറ്റ് പ്രൈസിനുള്ള ഫൈനൽ ഗെയിമിലേക്കുള്ള വഴി തുറന്നു. മറുവശത്ത് എലിമിനേറ്റർ
ജാക്സ് പ്രോയുടെ വീട്ടിലെത്തി ജാക്സ് പ്രോയെ കാണുകയായിരുന്നു. ജാക്സ് പ്രോ എലിമിനേറ്ററോട് വലിയ തോതിൽ ദേഷ്യപ്പെട്ടു. എലിമിനേറ്ററുടെ മുഖം എല്ലാവരും കണ്ടിരുന്നല്ലോ. വാൾട്ട് മുഖം മൂടി പിടിച്ചു വലിച്ചു മാറ്റിയതാണെങ്കിലും അത് തങ്ങളുടെ റൂൾസിന്റെ വലിയ വയലേഷനാണ് എന്നായിരുന്നു ജാക്സ് പ്രോ പറഞ്ഞത്. എലിമിനേറ്റർ വഴി നിയമം തങ്ങളിലേക്കെത്തും എന്ന് ജാക്സ് പ്രോ ഭയന്നിരുന്നു. അധികം വൈകിയില്ല. റൂത്ത് കടന്നു വന്നു, എലിമിനേറ്ററെ വകവരുത്തി. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവസാനത്തെ ഗെയിം എത്തി. 8ാമത്തെ ഗെയിം ക്യാപ്ചർ ദ ഫ്ലാഗ് എന്നായിരുന്നു ഗെയിമിന്റെ പേര്. റൂൾസ് വളരെയധികം സിമ്പിൾ ആണ്. ഒരിടത്ത് ഒരു കൊടി വെച്ചിട്ടുണ്ട്. ആ കൊടിയെടുത്ത് 3 സെക്കൻഡ് പിടിച്ചു നിൽക്കുന്നയാൾ വിജയിക്കും. പക്ഷെ ഒരു പ്രധാന കണ്ടീഷനുണ്ട്. ആ മത്സരത്തിൽ പ്ലെയേഴ്സ് പരസ്പരം പോരടിക്കാൻ പാടില്ല, എതിരാളിയെ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. ഏതു തരത്തിലുള്ള ചീറ്റിംഗ് ആണെങ്കിലും ഇമ്മീഡിയറ്റ് എലിമിനേഷൻ ആയിരിക്കും. വൈകാതെ ഗെയിം ആരംഭിച്ചു. മുമ്പിൽ ചുവന്ന ക്ലോത്തിൽ ഒരു ഫ്ലാഗ് ഉണ്ട്. അത് കണ്ടതും അത് ലക്ഷ്യം വെച്ച് KL-ഉം ക്യാരിയും ഓടി. അതിനടുത്തെത്തി അത് കയ്യിലാക്കാൻ ഇരുവരും ശ്രമം ആരംഭിച്ചു. ക്യാരിയായിരുന്നു ഓടി ഫ്ലാഗിനടുത്ത് ആദ്യം എത്തിയതെങ്കിലും KL അവിടെയും ചതി പ്രവർത്തിച്ചു. ഫ്ലാഗ് ബലമായി കയ്യിലാക്കി. ആ സമയമാണ് അവിടെ മറ്റൊരു ഫ്ലാഗ് ഉള്ളത് ക്യാരി നോക്കിക്കാണുന്നത്. ക്യാരി ഓടി ആ ഫ്ലാഗ് കൈവശപ്പെടുത്തി നിന്നു. ആ സമയമാണ് KL തിരിച്ചറിയുന്നത് താൻ പിടിച്ചിരിക്കുന്നത് മത്സരത്തിൽ സൂചിപ്പിച്ച യഥാർത്ഥ ഫ്ലാഗിലല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വസ്തുവിലാണെന്ന്. പിന്നെ പറയണ്ടല്ലോ, KL എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ക്യാരി മത്സരത്തിൽ വിജയിയായി. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് ഒരു ഗാർഡ് എത്തുകയും ക്യാരിയെ ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കുകയും ചെയ്തു. ബോധം തെളിയുമ്പോൾ ക്യാരി ജാക്സ് പ്രോയുടെ വീടിനകത്തായിരുന്നു. ടേബിളിന് പുറത്ത് ജാക്സ് പ്രോയുടെ മാസ്കും ജാക്സ് പ്രോയുടെ അക്കൗണ്ടുകളുടെ പാസ്വേഡും യൂസർ നെയിമും എല്ലാം എഴുതി വെക്കപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്കൊരു ഗാർഡ് വന്നു. ആ വീടും അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്നറിയിച്ചു. പിന്നീട് 3 മാസം കടന്നുപോയി. ക്യാരി അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറിയിരുന്നു. വൈകാതെ ക്യാരി ഒരു വിവരം അറിഞ്ഞു. ജാക്സ് പ്രോ വീണ്ടും ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. അയാൾ ഇപ്പോൾ റൂത്തുമായി ഒരു റിലേഷൻഷിപ്പിലുമാണ്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. സ്ക്വിഡ് ഗെയിമിന്റെ ചുവട് പിടിച്ചായിരിക്കണം ഇത്തരത്തിലൊരു സിനിമ വന്നത്. സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അധികം വൈകാതെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.